കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ സുധിയുടെ അടുത്ത അവസാനം ചന്ദ്രമതി തന്റെ ആവശ്യങ്ങളായിട്ട് എത്തുവാണ്. സുധീനെ കല്യാണം കഴിക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രേവതി ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ സച്ചിയോട് താൻ വളരെ ക്രൂരത കാണിച്ചു, അപ്പൊ അതിനൊക്കെ മാപ്പ് പറയാനായിട്ടാ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഈ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നീട് അവരവിടെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വേറെ വലിയ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ശ്രുതിക്ക് വേറൊരു വലിയ പാസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് എല്ലാവരുടെ മുന്നിൽ ശ്രുതി ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിശേഷങ്ങൾ കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി ചന്ദ്രമതിയുടെ അടുത്ത് തന്റെ 18ാമത്തെ അടവ് പയറ്റുവാണ്. അങ്ങനെ അടവ് പയറ്റി അവിടെ വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ തന്റെ അച്ഛൻ വലിയ കോടീശ്വരനാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുവാണ്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, അല്ല ശ്രുതിക്ക് കല്യാണം ആലോചിക്കാന്നല്ലേ പറഞ്ഞേ? എന്റെ മോനെ ശ്രുതി, അവനെക്കുറിച്ച് അറിയാലോ, അവനെക്കുറിച്ച് ശ്രുതിയുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കുകയാണ്. എനിക്ക് ശ്രുതിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാന്ന് പറയണം. ബാമയ്ക്ക് ക്ലിക്ക് കാര്യം എന്നാന്നുള്ള കാര്യം ബാമ പറഞ്ഞു. അന്നെങ്കിൽ പിന്നെ ശ്രുതിനെ കല്യാണം കഴിച്ചുകൂടെ, അതിന് വല്ല തടസ്സങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ശ്രുതിയുടെ മനസ്സിലുള്ള ലഡു പൊട്ടി. ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ ഇത്രയും കാത്തിരുന്നേ. ഈ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചത് തന്നെ ഇപ്പൊ തന്നെ മീരനെ കൊണ്ട് വിളിപ്പിച്ച് അതിനു വേണ്ടിയിട്ടായിരുന്നു. അവസാനം തന്റെ കാൽക്കീഴിൽ ചന്ദ്രമതി വന്നിരിക്കുക. താൻ ഉദ്ദേശിച്ച കാര്യം അങ്ങനെ നടക്കുകയാണ്. പെട്ടെന്ന് ശ്രുതിക്ക് അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലോ. ശ്രുതി പറഞ്ഞു, അതിപ്പോ എങ്ങനെയാ, എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ബ്യൂട്ടി പാർലറൊക്കെ ഇടണമെന്നൊക്കെയാണ്. അതിന് ശേഷം മതി, അല്ലെങ്കിലും എനിക്ക് കല്യാണത്തോടൊന്നും അത്ര വലിയ താല്പര്യമില്ലെന്ന് പറയണം. അതെന്താ ശ്രുതി അങ്ങനെ പറഞ്ഞത്? എൻ്റെ ശ്രുതിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയില്ല. അവൻ നല്ലവനാ, പിന്നെ അവനെ ചതിച്ചിട്ടൊരു പെണ്ണ് പോയതാ. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ചന്ദ്രമതിക്കും ഭാമയ്ക്കും സന്തോഷമായി. ഒരു പക്ഷേ ഇവളീ കല്യാണത്തിന് സമ്മതിക്കുവാണെങ്കിൽ തനിക്ക് ലോട്ടറി അടിച്ചായിരിക്കും. അങ്ങനെ ഒരു ചിന്താഗതിയാണ് ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടാവുന്നത്. പക്ഷേ സുധീനെ കല്യാണം കഴിച്ചാലുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്നും ചന്ദ്രമതി മനസ്സിലാക്കുന്നില്ല. അവരുടെ ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി ഏതോ വലിയ കൊമ്പത്തെ വീട്ടിലെ പെണ്ണാ. അപ്പൊ അവളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ കുറെ സ്വത്തുക്കളൊക്കെ കിട്ടും. തന്റെ ശ്രുതിക്ക് അത് മാത്രം മതി ജീവിക്കാനായിട്ട്. സച്ചിനെ പോലെ അല്ലെങ്കിൽ ഒരു പൂക്കാരത്തിനെ കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥ വരും ശ്രുതിക്ക്. അതുകൊണ്ട് ഈ വിവാഹം എന്തുകൊണ്ട് നല്ലതാന്നാ ചന്ദ്രമതിയുടെ ഉള്ളിലിരിപ്പ്. പിന്നീട് ബാമയോട് പറയുന്നുണ്ട്, എങ്ങനെ നമുക്ക് ഈ വിവാഹം നടത്തണം എന്നൊക്കെ പറയാം. അപ്പൊ ബാമ പറഞ്ഞു, അതിനിപ്പോ എന്താ, ഞാൻ ആലോചിക്കാം, ഞാൻ ശ്രുതിയോട് പറഞ്ഞൊക്കെ സമ്മതിപ്പിക്കാന്ന് പറയാം. ഇനി ശേഷം കാണിക്കുന്ന നേരെ രേവതി ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ക്ഷേത്രത്തിലേക്ക് വന്നു കഴിയുമ്പത്തിനും ദേവു ഉണ്ടായിരുന്നു ആ കൂടെ. ദേവു എന്ത് പറ്റി ചേച്ചിക്ക് എന്തോ മനസ്സിൽ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്, സച്ചേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കും. ഇല്ല ദേവു, പിന്നെന്താ പ്രശ്നം? അതെ, അന്നത്തെ ആ മാലയുടെ പ്രശ്നം നിനക്കറിയാവോ? അതിനുശേഷം എനിക്ക് വല്ലാത്ത മനസ്സിന് ബുദ്ധിമുട്ടാ. എനിക്കാണെങ്കിൽ അദ്ദേഹത്തിന് മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. എല്ലാത്തിനും കാരണം ചേച്ചി ഒറ്റയൊരുത്തിയല്ലേ. ചേച്ചിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിന്റെ? അമ്മ അപ്പോഴേ പറഞ്ഞ, ഇതൊന്നും കേൾക്കാതെയല്ലേ ചേച്ചി അങ്ങനെയൊക്കെ സച്ചേട്ടനോട് പെരുമാറിയത്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? എനിക്ക് ഭഗവാനെ കണ്ടൊന്ന് പ്രാർത്ഥിക്കണം, മനമുരുകി പ്രാർത്ഥിക്കണം, എന്റെ തെറ്റുകളൊക്കെ പൊറുക്കണേന്ന്. അത്രയ്ക്കുള്ള വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞു. ഒരിക്കൽ പോലും പറയാൻ പാടില്ലാത്തായിരുന്നു. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാ മാല കൊണ്ടേ പണയം വെച്ച്. ഒരു പക്ഷേ നേരത്തെ അത് സച്ചേട്ടൻ പറയുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ലായിരുന്നു. എന്റെ സ്വഭാവം നിനക്കറിയാലോ ദേവു. എന്നോട് ഇനി ഭഗവാൻ പോലും ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും കുഴപ്പമില്ല, ഭഗവാനോട് തന്റെ ഉള്ളിലെ മനപ്രയാസങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭഗവാന്റെ മുന്നിൽ പോയിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭഗവാനെ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല. അതായത് കാത്തോണെ, മനസ്സ് നന്മയുള്ളവനാ, ഇത്ര നല്ലൊരാളെ ഭർത്താവായിട്ട് എനിക്ക് തന്നതാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സച്ചിക്ക് വേണ്ടിയിട്ട് മനുകൂരി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സച്ചിനെ കാണുന്നത്. അപ്പൊ ദേവിനോട് സച്ചി വന്നിരിച്ചു, നിനക്ക് എന്താ ക്ലാസ് ഒന്നും ഇല്ലേന്ന് ചോദിക്കണം. അല്ല ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്ക് കുറച്ച് പൂ കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നാന്ന് പറയും. നടക്കട്ടെ. അല്ല നീ എന്താ ഇവിടെ ഇവളോടെ വന്നേ നിൽക്കുക? അത് ചേച്ചിക്ക് ക്ഷേത്രത്തിൽ വരണമെന്ന് പറഞ്ഞ അതുകൊണ്ട് വന്നു. ഓ ക്ഷേത്രത്തില്, ഇപ്പൊ എന്തിനായിരിക്കും ഒരു ക്ഷേത്രത്തിലേക്ക് വന്നേ? പെട്ടെന്ന് ദേവ് പറഞ്ഞു, അതെ ചേച്ചിക്ക് മനസ്സിനകത്ത് വല്ലാത്ത സങ്കടമൊക്കെ ഉണ്ട്, സച്ചിനോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതുകൊണ്ടൊന്ന് മാപ്പ് പറയാൻ വന്നാന്ന് പറഞ്ഞു. ഓ മാപ്പ് പറയണ്ട, അത് കൊള്ളാലോ, അത് പുതിയ ഇടവാണല്ലോ. എന്നോട് മാപ്പ് പറയേണ്ടതിന് പകരം ദൈവത്തോട് ഒന്ന് മാപ്പ് പറയുന്നു. എന്നോടല്ല തെറ്റ് ചെയ്തത്, എന്നിട്ട് തെറ്റും ചെയ്ത് പോരാഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിരുന്ന് മാപ്പ് പറയണമെന്ന് ചോദിക്കും.
അല്ല അത് പിന്നെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, നിങ്ങളുടെ ഇടയിൽ ഒരു സോറിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ഭാര്യ ഭർത്താക്കന്മാര് എന്ത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും തെറ്റ് ചെയ്ത ആരാണെങ്കിലും ഒരു സോറി പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെയാ പഠിച്ചേക്കുന്നത്. ഞാൻ ആരുടെയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാതെ പോലും ചെയ്ത് തെറ്റാണെങ്കിൽ ഞാൻ ഒരു സോറി പറയുമെന്ന് പറയാം. അതിപ്പോ സച്ചിയേട്ടാന്ന് പറയാം. കൂടുതലൊന്നും പറയണ്ട, നിന്നെ ചേച്ചി പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം. ആ സച്ചിയേട്ടൻ ഒരു കാര്യം ചെയ്യണം കേട്ടോ, ആ മാല അത് തിരിച്ചു വന്ന് വാങ്ങിക്കൊണ്ട് പോകണം. ഒരു ദിവസം വീട്ടിൽ വന്ന് തങ്ങുകയും ചെയ്യണമെന്ന് പറയാം. പിന്നെ ഇനിയിപ്പോൾ അതിനങ്ങോട്ട് വരാതിരുന്നാൽ മതി. എനിക്ക് അങ്ങോട്ട് വരാൻ തന്നെ ഇഷ്ടമില്ല. ആ മാലയുടെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് സച്ചി അങ്ങോട്ട് പോവാണ്. രേവതിക്ക് മനസ്സിലായി പെട്ടെന്നൊന്നും സച്ചി അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല. താനെ തെറ്റ് ചെയ്ത് അപ്പോൾ ഒരു സോറി വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നീട് രേവതി സച്ചിയോട് പോയി സോറിയൊക്കെ പറയുന്നുണ്ട്. സച്ചിക്ക് ഇത് കേട്ടപ്പോൾ സച്ചിക്ക് മനസ്സിലായി രേവതി എന്തുകൊണ്ടാണ് പറയാൻ, സച്ചിയുടെ കയ്യിലും തെറ്റുണ്ട്. ആ സത്യാവസ്ഥ അങ്ങ് തുറന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, താനും തെറ്റുകാരനാണല്ലോ എന്നൊരു ചിന്ത സച്ചിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി നേരെ ചെല്ലുന്ന വീട്ടിലേക്കായിരുന്നു. വീട്ടിലേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിലേക്ക് ഇല്ലുക. അപ്പം മീര എവിടെയുണ്ട്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം താൻ മനസ്സ് വിചാരിച്ചൊരു കാര്യമാണ് ചന്ദ്രമതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെന്ന് മീരനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് മീര ഇത് എന്ത് പറ്റി? പതിവ് മീര ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന്. അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സക്സസ് ആയെന്ന് പറയും. എന്ത് കാര്യങ്ങള്? കല്യാണക്കാരിയല്ലേ, സുധിനെ കല്യാണം കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. ആ സുധിയുടെ അമ്മ ഇന്ന് എന്നോട് ആ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞെന്ന് പറയാം. ആഹാ കൊള്ളാലോ, ഭയങ്കര ബുദ്ധിയാണ്, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നുണ്ട്. പിന്നെ ഈ ശ്രുതി ആരാന്നാ വിചാരിച്ചിരിക്കുന്നത്? ഈ ശ്രുതി ഒരു മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഞാൻ മീര പറഞ്ഞു കൊള്ളാം, ഞാൻ അപ്പോൾ സമയത്ത് വിളിച്ചില്ലായിരുന്നേ കാണായിരുന്നു. പിന്നെ വിളിച്ചില്ലേ ഈ കല്യാണം നടക്കും. ശ്രുതി എൻ്റെ കഴുത്തിൽ താലി അർത്ഥം കണ്ടു. ഇനി ഞാൻ ജീവിക്കാൻ പോകുന്ന ആ വീട്ടിലായിരിക്കും എന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ പറയണ്ടേ, അമ്മയോടൊക്കെ പറയേണ്ടതെന്ന് നിൽക്കണം. പറയണം, അവിടെ വരെ പോകണമെന്ന് പറയണം. പക്ഷെ മീരയുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ശ്രുതിക്ക് വല്ലാത്തൊരു പാസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കുമോ ഇല്ലയോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ശ്രുതിക്ക് അതിനെക്കുറിച്ച് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ശ്രുതി ഭയങ്കര കൂളായിരുന്നു. ഇനിയിപ്പം ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും താന് ശ്രുതിയുടെ ഭാര്യയാകും, അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് തയ്യാറായിരിക്കും. അങ്ങനെ ഒരു ചിന്തയൊക്കെയാണ് ഉണ്ടാകുന്നത്. പിന്നീട് ശ്രുതി തൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പം അവിടെ ഒരു ശ്രുതിയുടെ അമ്മയും പിന്നെ ഒരു ചെറിയ മോനും മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ശ്രുതി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ശ്രുതിനെ അങ്ങോട്ട് സ്വീകരിച്ചിരുത്തുന്നൊക്കെയുണ്ട്. വാ മോളെ എന്നും പറഞ്ഞിട്ട് ഫുഡ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ശ്രുതിക്ക് അവരോട് ഭയങ്കര ദേഷ്യമാണ്. അവരെ കണ്ണെടുത്താൽ കാണത്തില്ല. അപ്പൊ അതിന്റെ പിന്നെ വലിയ രഹസ്യങ്ങളൊക്കെ ഉണ്ട്. ആ കൊച്ചും ശ്രുതിയും തമ്മിലും അങ്ങനെയുള്ള വലിയ വലിയ രഹസ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ശ്രുതിനെ വിവാഹം കഴിക്കാനായിട്ട് ശ്രുതി ഒരുങ്ങുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ശ്രുതിയുടെ പഴയ ചരിത്രം എന്താണെന്നും ആ കുഞ്ഞാരാന്നൊക്കെയുള്ള സത്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ആ വിശേഷങ്ങൾക്ക് അറിയാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.